നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ച് NIA അറസ്റ്റ് രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യൽ NIA ആസ്ഥാനത്ത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ നടപടികൾ തുടങ്ങി ED. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പിനായി എറണാകുളം പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. കുറ്റപത്രം വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. ജീവനോപാധി നഷ്ടപ്പെട്ടത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. എഴുതിത്തള്ളൽ ഒഴിവാക്കാൻ വാദങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാർ. അധിക തീരുവ പ്രഖ്യാപനം മരവിപ്പിച്ചതോടെ കുതിച്ചുയർന്ന അമേരിക്കൻ ഓഹരി വിപണി. ട്രംപിന്റെ തീരുമാനത്തിന് പിന്നാലെ പകരം തീരുവ പ്രഖ്യാപനം മരവിപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2160 രൂപ കൂടി 68,480 മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. തഹാവൂർ റാണയെ NIA അറസ്റ്റ് ചെയ്തു. ഡൽഹി വിമാനത്താവളത്തിലാണ് NIA തഹാവൂർ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയ റാണയെ കൊണ്ടുള്ള പ്രത്യേക വിമാനം US നിന്ന് ബുധനാഴ്ചയാണ് പുറപ്പെട്ടത്. 2008 മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഡൽഹി പാലം വ്യോമസേനാ വിമാനത്താവളത്തിലാണ് റാണയെ എത്തിച്ചത്. റാണയെ ഇന്ത്യയിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലും മുംബൈയിലും ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയെ ഞെട്ടിച്ച മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ 17 വർഷങ്ങൾക്കിപ്പുറം ഫലം കാണുകയാണ്. വിവിധ തീവ്രവാദ സംഘടനകൾക്ക് സഹായം ചെയ്ത റാണ അമേരിക്കൻ ജയിലിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമാണ് റാണ. പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുമായും പാക് ചാരസംഘടന ISIയുമായും ബന്ധമുണ്ടായിരുന്ന റാണ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയാണ്. ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് മുംബൈ സന്ദർശിക്കാൻ ഹെഡ്ലിക്ക് വിസ സംഘടിപ്പിച്ച് നൽകിയത് റാണയുടെ സ്ഥാപനമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഹെഡ്ലിയുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ നിന്ന് മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്തതിലുള്ള റാണയുടെ പങ്ക് വ്യക്തമായിരുന്നു. ആക്രമണത്തിൽ പങ്കുവഹിച്ച ISIക്കാരനായ മേജർ ഇക്ബാലുമായി റാണയ്ക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ലഷ്കറിനെ സഹായിച്ച കേസിൽ റാണ 2009 ഷിക്കാഗോയിൽ അറസ്റ്റിലായി. മുംബൈ ഭീകരാക്രമണം നടത്തുന്നതിൽ നേരിട്ട് പങ്കുവഹിച്ചതിന് വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റവിമുക്തനാക്കപ്പെട്ടു. ലോസ് ആഞ്ചൽസ് ജയിലിലായിരുന്ന റാണയെ ഇന്ത്യക്ക് കൈമാറാൻ 2025 ജനുവരി 25 US സുപ്രീംകോടതി അനുമതി നൽകുകയായിരുന്നു. ഏപ്രിലിൽ റാണയുടെ അപേക്ഷ സുപ്രീംകോടതി തള്ളി. ഇതോടെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറിയത്. പാകിസ്ഥാൻ ആർമിയിലെ ഡോക്ടറായിരുന്ന റാണ 1997 മേജറായി വിരമിച്ചു. പിന്നീട് കാനഡയിലേക്ക് കുടിയേറി കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു. കാനഡയിൽ നിന്ന് റാണ US ചിക്കാഗോയിലേക്ക് കുടിയേറി അവിടെ ഇമിഗ്രേഷൻ ആൻഡ് വിസ ഏജൻസി ആരംഭിക്കുകയായിരുന്നു. കടൽ വഴി ബോട്ടിലെത്തിയ 10 ലഷ്കർ ഭീകരർ 2008 നവംബർ 26 മുംബൈ ഛത്രപതി ശിവാജി ടെർമിനൽ, റെയിൽവേ സ്റ്റേഷൻ, താജ്, ഒബ്രോയ് ഹോട്ടലുകൾ, നരിമാൻ ഹൗസ് തുടങ്ങി 8 സ്ഥലങ്ങളിലാണ് ഭീകരാക്രമണം നടത്തിയത്. 60 മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ വിദേശികളടക്കം 166 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മുംബൈയിലെത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് മുൻ DGP ലോക്നാഥ് ബെഹ്റ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് റാണയുടെ പങ്ക് വ്യക്തമായത്. ഹെഡ്ലിക്ക് സഹായങ്ങൾ ഒരുക്കിയത് റാണയാണ്. ഇയാൾ കേരളത്തിലെത്തിയതായും വിവരം ലഭിച്ചിരുന്നുവെന്നും തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചുവെന്ന വിവരം സന്തോഷം നൽകുന്നതാണെന്നും NIA അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. Now it is time. കാരണം ഇപ്പോൾ എക്സ്ട്രഡിഷൻ ആയി നല്ല രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല ഏജൻസി പല ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഇയാളൊക്കെ കിട്ടി. അറ്റ്ലീസ്റ്റ് കിട്ടിയല്ലോ. കുറച്ച് ലേറ്റായി, നിങ്ങൾ പറഞ്ഞ പോലെ ലേറ്റായി. പക്ഷേ എക്സ്ട്രഡിഷൻ പ്രോസസ്സ് എല്ലാ സമയത്ത് ഇങ്ങനെ ഒരു ഡിലേ ആക്കാറുണ്ടോ? ഞാൻ ഒരുപാട് എക്സ്ട്രഡിഷൻ ചെയ്തതുകൊണ്ട് ഇത് പറയാം. അപ്പോൾ ഈ ആളെ കിട്ടിയ ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കും. ഇയാളായിട്ട് സംസാരിച്ച ശേഷം നേരെ 1-to-1 സംസാരിച്ചാൽ മാത്രം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും.
മാസപ്പടി കേസ് ഏറ്റെടുക്കാൻ നടപടികൾ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിക്കാൻ ഇ ഡി അപേക്ഷ നൽകി. ഇ ഡി അഭിഭാഷകനാണ് എറണാകുളം പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയത്. CMRL എക്സാലോജിക് ഇടപാടിൽ വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ SFIO നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ SFIO നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് ED പ്രത്യേക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിലെ രേഖകൾ തേടി SFIOയ്ക്ക് ED കത്തയച്ചിരുന്നു. SFIOയുടെ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് ED കരുതുന്നത്. ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീർപ്പിലും 1.72 കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ താൽപ്പര്യമുള്ളവർക്കും ഇത്തരത്തിൽ പണം നൽകിയ ശേഷം സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL 197.7 കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. SFIO തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തായുടെ കുടുംബാംഗങ്ങളാണ്. 10 വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന് തുല്യമോ അതിൻ്റെ 3 ഇരട്ടി വരെയോ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും കർത്തയുടെയും പേരിലുള്ളത്. കൊച്ചിയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും കേസിൻ്റെ വിചാരണ. അമൃത ന്യൂസ്, കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നത് ഗൗരവമായി പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് വീണ്ടും ഹൈക്കോടതി. ഉത്തരവിറക്കിയാൽ പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോവിഡ് ദുരന്തം പോലെയല്ല, പ്രദേശവാസികൾക്ക് ജീവനോപാധിയാണ് നഷ്ടപ്പെട്ടത്. അത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദേശീയ ദുരന്തമായതുകൊണ്ട് തന്നെ കടബാധ്യത എഴുതിത്തള്ളാൻ വ്യവസ്ഥയില്ലേ എന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. വയനാട് ദുരന്തബാധിതർക്ക് മൊറട്ടോറിയം മാത്രമേ പ്രഖ്യാപിക്കാനാകൂ എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വീണ്ടും പറയുന്നു, വയനാട് ദുരിതബാധിതരുടെ കടം എഴുതിത്തള്ളണം. കൊറോണ സാഹചര്യവും വയനാട് ദുരന്തവുമായി ഒരുമിച്ച് ഒരേപോലെ കാണാനാവില്ലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ദുരന്തബാധിതരുടെ ജീവനോപാധിയാണ് ഇല്ലാതായത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ദേശീയ ദുരന്തമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കാത്തതിനാൽ കടം എഴുതിത്തള്ളാനാവില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ ദേശീയ ദുരന്തത്തിന് സമാനമായതുകൊണ്ട് കടബാധ്യത എഴുതിത്തള്ളാൻ വ്യവസ്ഥയില്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. ലോണുകൾ എഴുതിത്തള്ളുന്നത് സർക്കാർ നയത്തിന്റെ ഭാഗം മാത്രമാണെന്നും കോടതിക്ക് അതിൽ ഇടപെടാനാവില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. കോവിഡിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ താൽക്കാലികമായിരുന്നു. എന്നാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സംഭവിച്ചത് അങ്ങനെയല്ലെന്നും കോടതി പറഞ്ഞു. ദുരന്തബാധിതർ ഒരു സുപ്രഭാതത്തിൽ ജീവനോപാധിയും വീടും നഷ്ടപ്പെട്ട് പെരുവഴിയിലായ സാഹചര്യമാണ് വയനാട് ദുരന്തം കൊണ്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് കോടതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. വായ്പ എഴുതിത്തള്ളാൻ കേന്ദ്ര നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതി കൂടി ആവശ്യമുണ്ട്. വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ബാങ്കുകളെ നിർബന്ധിക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേസ് വേനലവധി കഴിഞ്ഞ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം 3 മാസത്തേക്ക് മരവിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവ ചുമത്തി. പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് 80ഓളം രാജ്യങ്ങൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം പ്രാബല്യത്തിലെത്തിയത്. മണിക്കൂറുകൾക്കകം തന്റെ തീരുമാനത്തിൽ ട്രംപ് മാറ്റം വരുത്തുകയായിരുന്നു. 90 ദിവസത്തേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള തീരുവ 10%. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പാണ്. സംസ്ഥാനത്ത് ഒറ്റ ദിവസം കൂടിയത് 2160 രൂപ. ഇതോടെ പവന്റെ വില 68,480 രൂപയായി. 66,320 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില. ഇതോടെ 2 ദിവസത്തിനിടെ 2,680 രൂപയാണ് വർദ്ധിച്ചത്. 8,560 രൂപയാണ് ഗ്രാമിന്റെ വില. അന്താരാഷ്ട്ര സ്വർണ്ണവില $100 മുകളിൽ കയറുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഇടിവ് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതിനിടയിലാണ് സ്വർണം ചരിത്രപരമായി റെക്കോർഡ് ഭേദിച്ചത്. ഏപ്രിൽ 1 പവന് 68,080 രൂപയായിരുന്നു വില. ഏപ്രിൽ 3 അത് 67,480 രൂപയായി കുറഞ്ഞു. തുടർന്ന് പടിപടിയായി കുറഞ്ഞ് ഏപ്രിൽ 8 65,800 രൂപയിലെത്തിയിരുന്നു. അവിടെ നിന്നാണ് പവന് 68,480 രൂപ എന്ന റെക്കോർഡ് വിലയിലേക്ക് സ്വർണം കുതിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കിയെന്നാണ് നിരീക്ഷണം. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 74,200 രൂപയ്ക്കടുത്ത് നൽകണം. സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായതായി ഭാരവാഹികൾ പറയുന്നു. അന്താരാഷ്ട്ര സ്വർണ്ണവില $126 വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ആഭ്യന്തര വിലയിൽ സ്വർണ്ണവില ഗ്രാമിന് 270 രൂപയും പവന് 2,160 രൂപയുമാണ് വർദ്ധിച്ചത്.
സ്വർണ്ണവില കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ വൻതോതിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്വീകരിച്ച സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ സ്വർണ്ണ വിപണി കൂടുതൽ ഉണർവ് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിഷു, ഈസ്റ്റർ, അക്ഷയതൃതീയ പോലുള്ള ആഘോഷങ്ങൾ വരികയാണ്. വിവാഹ സീസണും വരുന്നു. സ്വർണ്ണവില ഉയരുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഓരോ ഡോളർ കൂടുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് 2 രൂപ മുതൽ 2.5 രൂപ വരെയാണ് വർദ്ധിക്കാറുള്ളത്. US ഡോളറിനെതിരെ രൂപയുടെ തളർച്ചയും സ്വർണ്ണവില വർധനയുടെ ആക്കം കൂട്ടാറുണ്ട്. ലോക സാമ്പത്തിക ശക്തികളായ US-ഉം ചൈനയും തമ്മിലെ തർക്കം ആഗോള സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തിപ്പെട്ടതാണ് സ്വർണ്ണ നിക്ഷേപത്തിന് വൻ സ്വീകാര്യത ലഭിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് നിയമ ഭേദഗതിയിൽ രാജ്യവ്യാപക പ്രചാരണത്തിന് BJP മണ്ഡലങ്ങൾ തോറും വീട് കയറി പ്രചാരണം നടത്തും. MPമാരും MLAമാരും അവരവരുടെ മണ്ഡലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നിർദ്ദേശം. സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ് പ്രചാരണ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മുസ്ലിം വനിതകൾക്കിടയിൽ പ്രത്യേക പ്രചാരണം നടത്തും. സംസ്ഥാന തലങ്ങളിലെ ശില്പശാല ഈ മാസം 15 മുതൽ തുടങ്ങും. ജില്ലാതലങ്ങളിലും ശില്പശാല നടത്തും. രാധാമോഹൻ അഗർവാൾ, അനിൽ ആന്റണി, അരവിന്ദ് മേനോൻ, ജമാൽ സിദ്ദിഖി എന്നിവർക്ക് ചുമതല നൽകി. അരവിന്ദ് മേനോനാണ് പ്രചാരണത്തിൽ കേരളത്തിന്റെ അടക്കം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ചുമതല. മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ രജിസ്ട്രേഷൻ രേഖകൾ ഹാജരാക്കാൻ ഫാറൂഖ് കോളേജിനോട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ. ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മുനമ്പം ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഭൂമി വഖഫാണോ ദാനമാണോ എന്നതിൽ കോഴിക്കോട് ട്രിബ്യൂണൽ വാദം നാളെയും തുടരും. 1969 പറവൂർ സബ് കോടതിയിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കാണിച്ച് ഫാറൂഖ് കോളേജ് സത്യവാങ്മൂലം നൽകിയെന്നായിരുന്നു വഖഫ് ബോർഡിന്റെ വാദം. എന്നാൽ 1971 പറവൂർ സബ് കോടതി വിധിയിലും 1975 ഹൈക്കോടതി വിധിയിലും ഭൂമിയുടെ കൈവശാവകാശം സംബന്ധിച്ച കാര്യം മാത്രമാണ് പരിശോധിച്ചതെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഭൂമി വഖഫാണോ ദാനമാണോ എന്ന കാര്യത്തെക്കുറിച്ച് വിധികളിൽ വ്യക്തതയില്ല. വഖഫ് ആണെന്നും ദാനമാണെന്നും പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുനമ്പം ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനായി ഇതുവരെയുള്ള രജിസ്ട്രേഷൻ രേഖകൾ ഹാജരാക്കാൻ ഫാറൂഖ് കോളേജിനോട് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ഭൂമി ദാനമായി കിട്ടിയതാണെന്നും വഖഫായി പ്രഖ്യാപിച്ച ബോർഡിന്റെ തീരുമാനം റദ്ദാക്കണമെന്നുമാണ് ട്രിബ്യൂണൽ മുമ്പാകെ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ വാദം. മുനമ്പത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകൾ സുബൈദയുടെ മക്കളുടെ ഇപ്പോഴുള്ള വാദം മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്നാണ്. ഭൂമി കൈമാറിയ സിദ്ദിഖ് സേട്ടിന്റെ ജീവിച്ചിരിക്കുന്ന മക്കൾ മുനമ്പം ഭൂമി വഖഫ് എന്ന നിലപാടിലും തുടരുകയാണ്. മുനമ്പം വഖഫ് ഭൂമിയെ ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ നടപടി ട്രിബ്യൂണൽ നാളെ പരിശോധിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. വഖഫ് വിഷയത്തിൽ രാജ്യത്ത് വിഭജനമുണ്ടാക്കാനാണ് BJP ശ്രമമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കലുള്ള സമീപനത്തിന്റെ ഭാഗമാണ് വഖഫ് വിഷയം. നിയമഭേദഗതിക്കെതിരെ CPM നിലപാട് വ്യക്തമാണ്. ഭേദഗതിക്കെതിരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും MA ബേബി പറഞ്ഞു. ഈ വഖഫ് വിഷയമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭജനമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ആണ് BJP ഇത് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് ആ മതവിഭാഗത്തിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്യണത് ഇങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട്. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ആരെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ഇപ്പോൾ പേര് പറഞ്ഞു, അവരുടെ സമരം അതിനെ പിന്താങ്ങുന്നു, അതല്ല. ഈ വിഷയത്തിൽ പാർലമെൻറ്റിലുള്ള ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഇടതുപക്ഷമാണ്. ജോൺ ബ്രിട്ടാസൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗം പ്രസിദ്ധമല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ വിഷയത്തിൽ പോരാട്ടം തുടരാൻ തന്നെയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ കേരള വെറ്റിനറി സർവകലാശാല പുറത്താക്കി. ഹൈക്കോടതിയിലാണ് വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയെക്കുറിച്ച് വെറ്റിനറി സർവകലാശാല അറിയിച്ചത്. 19 വിദ്യാർത്ഥികൾ കുറ്റക്കാരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും സർവകലാശാല കോടതിയെ അറിയിച്ചു. സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ നൽകിയ ഹർജിയിലാണ് മറുപടി. 19 പേർക്ക് മറ്റു ക്യാമ്പസുകളിൽ പ്രവേശനം നൽകിയത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. മുൻപ് മറ്റൊരു ക്യാമ്പസിൽ ഇവർക്ക് പഠിക്കുന്നതിന് സൗകര്യമൊരുക്കിയിരുന്നു. അത് ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ അപ്പീൽ പരിഗണിച്ച കോടതി ശക്തമായ നടപടി സ്വീകരിച്ചു. തുടർന്നാണ് സർവകലാശാല ആന്റി റാഗിംഗ് കമ്മിറ്റിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇവർക്ക് അടുത്ത 3 വർഷത്തേക്ക് മറ്റൊരു സർവകലാശാലയിലോ ക്യാമ്പസിലോ പഠനത്തിനുള്ള സൗകര്യമൊരുക്കരുതെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൂങ്ങിമരണമെന്ന് ആദ്യം പോലീസ് വിധിയെഴുതിയ കേസാണിത്. പിന്നീടാണ് ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തു.
ഹോസ്റ്റൽ മുറി, ഡോർമെറ്ററി, നടുമുറ്റം, സമീപത്തെ കുന്ന് എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു സിദ്ധാർത്ഥനെതിരെ ക്രൂരമർദ്ദനം നടന്നത്. ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിലാണ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥനെതിരെ നടന്നതും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ വാഹനമോഷണത്തിൽ ഏർപ്പെട്ടിരുന്ന 6 ഈജിപ്ഷ്യൻ പൗരന്മാർ പിടിയിലായി. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് സൽമി സ്ക്രേപ്പ് യാർഡിലെ ഒരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് സംഘത്തിന്റെ രീതി. മോഷ്ടിച്ച വാഹനങ്ങളുടെ ഭാഗങ്ങൾ വേർതിരിച്ച് വിൽക്കുകയാണ് പതിവ്. കുറ്റകൃത്യങ്ങളിലെ തെളിവുകൾ നശിപ്പിക്കാൻ വാഹനങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. വാഹനമോഷണത്തിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു സംഘത്തിന്റെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പ്രാഥമിക അന്വേഷണത്തിൽ സംഘം പ്രധാനമായും രാത്രി വൈകിയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തി. സൗദിയുടെ വാണിജ്യ നഗരമായ ജിദ്ദയിൽ മസാജ് സെന്ററിൽ സദാചാരവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട 4 വിദേശികളെ സാമൂഹ്യ സുരക്ഷാ മനുഷ്യക്കടത്ത് വിരുദ്ധ വിഭാഗവുമായി സഹകരിച്ച് ജിദ്ദ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾക്ക് പ്രതികളെ പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. മസാജ് സെന്ററിനെതിരെ ജിദ്ദ നഗരസഭ നിയമാനുസൃത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയാണ്. ഗതാഗത നിയമലംഘനത്തെ തുടർന്ന് ഫയൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടവർക്ക് പിഴയടച്ച് യാത്രാ നിരോധനം അടക്കമുള്ള കേസുകൾ പരിഹരിക്കാൻ അവസരമൊരുക്കി കുവൈറ്റ് ഗതാഗത മന്ത്രാലയം. ഫയൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും താമസക്കാർക്കും ഈ ആനുകൂല്യം ലഭ്യമായിരിക്കും. നാളെ അൽ ഖൈറാൻ മാളിലും അടുത്ത വ്യാഴാഴ്ച വരെ അവന്യൂസ് മാളിലും രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇതിനായി സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഗതാഗത നിയമലംഘനത്തെ തുടർന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടവർക്ക് നേരിട്ട് പണം അടച്ചുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് അവ നീക്കം ചെയ്യാനും അതുവഴി ഇടപാടുകൾ പൂർത്തിയാക്കാനും ഇതൊരു അവസരമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം ബ്ലോക്ക് ചെയ്യപ്പെട്ട ഫയലുകൾ ഗവർണറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഗതാഗത വകുപ്പുകൾ വഴി നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ജിദ്ദയിലെ കൊച്ചിക്കാരുടെ കൂട്ടായ്മയായ കൊച്ചി കൂട്ടായ്മ ജിദ്ദ ഈദ്, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ചാറ്റ് വിത്ത് മിയക്കുട്ടി എന്ന പേരിൽ കൊച്ചു ഗായിക മിയ ഈസ മെഹക്കുമായി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ജിദ്ദ സർഫിയ സഫയർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊച്ചി കൂട്ടായ്മ ജിദ്ദ പ്രശസ്ത കൊച്ചുഗായിക മിയ ഈസ മെഹക്കിന് സ്വീകരണം നൽകി. ചാറ്റ് വിത്ത് മിയക്കുട്ടി എന്ന പ്രത്യേക പരിപാടിയിൽ ജിദ്ദയിലെ വിവിധ തുറകളിൽപ്പെട്ടവർ മിയക്കുട്ടിയുമായി സംസാരിച്ചു. ജിദ്ദയിലെ പ്രമുഖ ഗായകരായ ഷാ ഷരീഫ്, ജമാൽ പാഷ, സോഫിയ സുനിൽ, മുംതാസ് അബ്ദുറഹ്മാൻ എന്നിവരുമായി ഒരുമിച്ച് പാടുകയും സംവദിക്കുകയും ചെയ്തു. നിസാമി നൈന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസാഫിർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മുസ്തഫ VP, KT മുനീർ, കബീർ കൊണ്ടോട്ടി തുടങ്ങിയവർ ആശംസ അറിയിച്ചു. കൊച്ചി കൂട്ടായ്മ ജിദ്ദയുടെ പ്രസിഡന്റ് സനോജ് സൈനുദ്ദീൻ മിയക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ചെയർമാൻ ജിബിൻ സമദ്, ജനറൽ സെക്രട്ടറി മൻസൂർ അലി, ട്രഷറർ ബാബു മുണ്ടൻവേലി, പ്രോഗ്രാം കോർഡിനേറ്റർ ഹിജാസ് ഖാലിദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്റോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. കോഴിക്കോട് മാനാഞ്ചിറ മിഠായി തെരുവിന് സമീപത്തെ വെള്ളക്കെട്ട് കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. നഗരത്തിലെ പ്രധാന ബസ് സ്റ്റോപ്പിന് മുന്നിലെ വെള്ളക്കെട്ടിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന അവസ്ഥയാണ്. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ഇത്ര ഗൗരവമായ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ കോർപ്പറേഷനായില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. പിന്നെ മാനാഞ്ചിറ മിഠായി തെരുവിന് സമീപത്തെ ബസ് സ്റ്റോപ്പിന് മുമ്പിൽ വെള്ളക്കെട്ടാണ്. ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതിനാൽ വെള്ളം അങ്ങനെ തങ്ങിക്കിടക്കും. വേനൽ മഴ പെയ്തപ്പോൾ അവസ്ഥ ഇതാണെങ്കിൽ മഴക്കാലത്തെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. കറുപ്പ് നിറത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നുമുണ്ടാകുന്ന ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. 2 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ 3 ആഴ്ച 4 ആഴ്ച ഈ വെള്ളം ഇങ്ങനെ തന്നെ കെട്ടിക്കിടക്കാണ്. നടക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. കുറേ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ പറയുന്നത് അവരോട് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ദുർഗന്ധം ഇപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ സ്മെല്ലടിക്കുന്ന കാണാം. ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലെ നടന്ന് തന്നെ പോകുന്നത്. പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ വെള്ളത്തിൽ കൂടെയാണ് നടന്ന് പോകാനുണ്ടായ ഒരു അവസ്ഥ വന്നത്. ഇത് എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണമെന്നാണ് പറയാനുള്ളത്. കൊതുക് ശല്യവും ഇവിടെ രൂക്ഷമാണ്. ഈ വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കിയിട്ട് വർഷക്കണക്കിനായി ഇവിടെ കൊതുകും പെരുകിയിട്ട് ഇതിനകത്ത് കിടക്കുന്നത്. ഇതിൻ്റെ അകത്തു കൂടിയാണ് ഈ ആൾക്കാർ പോകുന്ന, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ
ഇന്ത്യ തിക്കി തിരക്കി പോകാൻ. കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ്സെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത്. കെട്ടിനിൽക്കുന്ന വെള്ളം കാരണം ആളുകൾക്ക് ബസ് കയറാൻ കഴിയുന്നില്ല. വെള്ളം ചവിട്ടിയോ ചാടിക്കടന്നോ വേണം ബസ് കയറാൻ. കുട്ടികളുമായി എത്തുന്നവരും പ്രായമായവരുമെല്ലാം ഇതുകാരണം ബുദ്ധിമുട്ടുകയാണ്. ഞാൻ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് ചാടി കടന്നാണ് എത്തും പോയിട്ട്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ, നമ്മളെ ടൗണല്ലത്. ടൗണിൻ്റെ ഉള്ളിൽ കോർപ്പറേഷൻ വെറും പൈസ ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ നന്നാക്കേണ്ട ഒരു പ്രശ്നം വരികയാണില്ല. മിഠായി തെരുവിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ ഉൾപ്പെടെ നടക്കാൻ സ്ഥലമില്ലാത്തത് കാരണം ബസ് സ്റ്റോപ്പിനകത്തുകൂടെയാണ് നടന്നു പോകുന്നത്. ഇത്ര ഗൗരവമായ പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ കോർപ്പറേഷൻ ആയിട്ടില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. കാണുന്നില്ലവരാരും എത്ര കാലം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. കോഴിക്കോടിൻ്റെ പവിത്ര ഇതാണോന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടപ്പെട്ടവർ ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അത് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് മണത്തിട്ട് ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഇത്രയും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന കോഴിക്കോട് സിറ്റീൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളക്കെട്ട്, ഇതൊന്ന് മണ്ണിട്ട് നികത്താനോ അല്ലെങ്കിൽ ടാറിട്ടിട്ട് ഇതിനെ ഒഴിവാക്കാനോ ഉള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ PWD ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ഒരു വിഷമം പിടിച്ച സംഗതിയാണ്. വഴിമുടക്കിയായി ബസ് സ്റ്റോപ്പിന് മുമ്പിൽ സ്ഥാപിച്ച കോർപ്പറേഷന്റെ വേസ്റ്റ് ബിൻ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് എടുത്തുമാറ്റിയത്. ആ വേസ്റ്റ് ബോക്സ് സ്ഥാപിച്ചത് ആൾക്കാർ പോകുന്ന ഒരു എൻട്രിയാണിത്. ബസ് സ്റ്റോപ്പിലേക്കും ഈ പള്ളിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ പോകുന്നത്, പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിലെ പോകുന്നത്, പ്രത്യേകിച്ച് ഈ സീസൺ ടൈമിൽ. അത് അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് അത് സ്ഥാപിച്ചിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ കഴിയില്ല, അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാൻ കഴിയില്ല ആൾക്കാർക്ക്. നഗരം ശുചീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തങ്ങളെന്നാണ് കോർപ്പറേഷൻ എപ്പോഴും പറയാറുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ അവസ്ഥ കോർപ്പറേഷൻ കാണാത്തത് എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ക്യാമറാമാൻ മനോജ് പേരാമ്പർക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിക്ക് ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. ജാതി വിവേചനത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ച ഒഴിവിലാണ് പട്ടികയിലെ അടുത്ത ഊഴക്കാരനായ ചേർത്തല സ്വദേശി KS അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ചത്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് കഴകക്കാരനായി നിയമനം ലഭിച്ച BA ബാലു രാജിവെച്ചത്. ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നായിരുന്നു ഉയർന്ന പരാതി. കഴകം ജോലിയിൽ നിന്നും ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ബാലു അവധിയിൽ പ്രവേശിക്കുകയും തുടർന്ന് രാജി സമർപ്പിക്കുകയുമായിരുന്നു. ഈ ഒഴിവിലേക്കാണ് പുതിയ കഴകക്കാരനായി നിയമിച്ചുകൊണ്ടുള്ള അഡ്വൈസ് മെമ്മോ KS അനുരാഗിന് ലഭിച്ചത്. നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് അറിയിച്ചു. അന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ സ്വന്തം നിലയിൽ ഇടപെട്ടു. സർക്കാർ അഡ്മിനിസ്ട്രേറ്ററോട് വിശദീകരണം തേടിയിരുന്നു. നിലവിൽ വിവാദമുണ്ടാകേണ്ട സാഹചര്യമില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ഈ റാങ്ക് പട്ടിക നോക്കിയിട്ട് അതിൽ നിന്ന് നെക്സ്റ്റ് ടേൺ അനുസരിച്ചുള്ള കാൻഡിഡേറ്റിനെ അഡ്വൈസ് ചെയ്യുന്നു എന്നല്ലാതെ ഏതാ കാൻഡിഡേറ്റ് എന്നൊന്നും നമുക്കറിയില്ല. അതേസമയം കാരായ്മ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടമാകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇടപെട്ടതെന്നും പുതിയ നടപടിയിൽ പ്രതിഷേധമുണ്ടെന്നും കാരായ്മ നിലനിർത്താൻ നിയമപരമായി പോരാടുമെന്നും വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീഷ് പറഞ്ഞു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിലും കാരായ്മ കഴകപ്രവൃത്തി ചെയ്യുന്ന ഇരിഞ്ഞാലക്കുട തെക്കേ വാര്യത്തെ പ്രതിനിധികൾക്ക് അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സമസ്ത കേരള വാര്യർ സമാജം അതിലിടപെടുകയും അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. സർക്കാരിന്റെ ഉത്തരവാദിത്വം നടപ്പിലാക്കുമെന്നും പ്രതിഷേധമുണ്ടായാൽ രമ്യമായി പരിഹരിക്കുമെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപിയും അറിയിച്ചു. പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സംസാരിച്ച് രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുമാത്രമല്ല സർക്കാരിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കും. മെയ് 8-ന് ക്ഷേത്രോത്സവം ആരംഭിക്കുന്നതിന് മുൻപ് കഴക നിയമനം പൂർത്തിയാക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ. ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന അവകാശ പോരാട്ടം അടുത്ത ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം അനിശ്ചിതമായി നീളാൻ കാരണം ആശാപ്രവർത്തകർ തന്നെയാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ആശമാർ ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിക്കുകയാണ്. ഫെബ്രുവരി 10-നാണ് ആശാപ്രവർത്തകർ ഓണറേറിയം വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. വേനൽ ചൂടോ മഴയോ വകവയ്ക്കാതെ സമരം ശക്തമാക്കുകയാണവർ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ 3ാം ഘട്ട ചർച്ചയും ഫലം കണ്ടില്ല. കമ്മീഷനെ വെച്ച് ആവശ്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകാമെന്നുള്ള നീക്കം സമരസമിതി അംഗീകരിച്ചില്ല. തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടും തുടർ നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആശാപ്രവർത്തകർ. ഏപ്രിൽ 12 ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിക്കും. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തിലെ പ്രമുഖർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പൗരസാഗരത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും
ഒരു വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുവാനാണ്. ഈ പൗരസംഗമത്തോടൊപ്പം ആശാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ആഹ്വാനപ്രകാരം തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആശാപ്രവർത്തകർ അവരുടെ കുടുംബത്തോടൊപ്പം പങ്കെടുക്കുന്നതായിരിക്കും. സമരം അനിശ്ചിതമായി നീളാൻ കാരണം ആശാപ്രവർത്തകർ തന്നെയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ചിന്ത തന്നെയാണ് നമുക്കുമുള്ളതെന്നും തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UAE പവർ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന GCC കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ദുബായിൽ നടക്കും. ഏപ്രിൽ 10 മുതൽ 13 വരെ ദുബായ് ജദാഫിയിലെ പോലീസ് ഓഫീസേഴ്സ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെയും ദുബായ് പോലീസിന്റെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗൾഫിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളും മികച്ച കളിക്കാരും മത്സരത്തിൽ അണിനിരക്കും. എല്ലാ ദിവസവും രാത്രി 8 മുതൽ രാത്രി 12 വരെയാണ് മത്സരങ്ങൾ. ദുബായ് പോലീസിലെ ഉദ്യോഗസ്ഥരായ അഹമ്മദ് സംകൽ അൽ അലാം, ഇസ അനീസ്, ഫിനാസ്, അസീം ഉമുൽ, സിറജുദ്ദീൻ മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.